ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നിപ്പോൾ ഇതാ 4 മണി കഴിഞ്ഞു. ഒരു മാങ്ങ ജ്യൂസ് അടിച്ച് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ മാങ്ങയൊക്കെ തൊലിയൊക്കെ ചീവി വെച്ചിട്ടാണ് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അതെടുത്ത് മിക്സിയിലിട്ടിട്ട് അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം മാങ്ങയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം നിന്ന് തൊലി ചെത്തിയിട്ടാണ് പോയത്. കുളി കഴിഞ്ഞ് വന്നു. മാങ്ങ ചെത്തുന്നതിൻ്റെ ഇടയിൽ അമ്മാമ്മ 1-2 കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായി. എന്തിനാണ് ഈ വീഡിയോ എടുക്കണം, വെറുതെ ആവശ്യമില്ലാണ്ട് ഇതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ കുശല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഉണ്ണി ഉറങ്ങായിരുന്നു. ഉണ്ണീനെ ഉറക്കി കിടത്തിയിട്ടാണ് വന്നിട്ട് ഈ അംഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണേ. അവ എണിക്കരുത് എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ കുറച്ചധികം നേരം നിന്നിട്ട് ഇടേണ്ടി വന്നു, കാരണം കുറച്ചധികം മാങ്ങ തന്നെ ഉണ്ടായിരുന്നു. മൂവാണ്ടൻ ഉണ്ടായിരുന്നു, പുളിമാങ്ങ ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഒരുമിച്ച് അടിക്കാമെന്ന് വിചാരിച്ചു. പുളിമാങ്ങ ഉള്ളതുകൊണ്ട് കുറച്ച് നാര് വരാൻ സാധ്യതയുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അതടിക്കാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഉണ്ണി കരയുന്നൊരു ശബ്ദം കേട്ടു. പോയി നോക്കിയപ്പോൾ അവ എഴുന്നേറ്റുണ്ടായിരുന്നു. അമ്മേനെ അവൻ്റെ അടുത്തിരുത്തിയിട്ട് ഞാൻ വീണ്ടും മാങ്ങ ശരിയാക്കാൻ വന്നു. ജ്യൂസ് അടിക്കാനുള്ള മാങ്ങ റെഡിയായി. മിക്സിയിൽ വെച്ച് ഒരടി അടിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് പാലെടുത്തില്ല എന്ന് മിക്സിയിൽ നിന്ന്. ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ അങ്ങനെ പാലെടുക്കാനായിട്ട് പോയി. പാലെടുത്ത് വന്ന് കട്ടയായിട്ടുള്ള പാലായിട്ട് അതിലൊഴിക്കണം. അങ്ങനെ കട്ടയുള്ള പാൽ അതിലൊഴിച്ചു. വീണ്ടും അടിച്ച് നോക്കി, രുചിച്ച് നോക്കി. മധുരമില്ലാത്തതുകൊണ്ട് കുറച്ച് പഞ്ചസാര അതിൽ ആഡ് ചെയ്തു. മധുരം ഉണ്ട്, കുറച്ച് കുറവാന്ന് തോന്നി, അപ്പോൾ കുറച്ച് ആഡ് ചെയ്തു. അപ്പോൾ അമ്മാമ്മ ഉണ്ണീനെയും കൊണ്ട് വന്നു, പറഞ്ഞു വിട്ടു. എന്നിട്ട് ബാക്കി അടിച്ച് ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്ക്, ഒരു ജഗ്ഗിലേക്ക് അതിനെ മാറ്റാമെന്ന് വിചാരിച്ചു. മാറ്റിയപ്പോഴേക്കും അപ്പച്ചൻ വന്ന് ജ്യൂസായെന്ന് ചോദിച്ചു. അപ്പോൾ അപ്പച്ചന് ആദ്യം തന്നെ ഒരു ഗ്ലാസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പച്ചന് കൊടുത്തു. പിന്നെ ഒരു ഗ്ലാസ്സും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി എന്ത് ചെയ്തു, ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് ജഗ് അടച്ചു വെച്ചു. അത്രയൊക്കെ തന്നെ. നിങ്ങളെങ്ങനെയാണ് ജ്യൂസ് അടിക്കാറുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ബാക്കി വന്നത് ഞാൻ അമ്മാമ്മയ്ക്ക് ഒരു ഗ്ലാസ്സിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ. നല്ല കട്ടിയുണ്ട് കേട്ടോ നമ്മുടെ ജ്യൂസിന്. കുറേ മാങ്ങയുള്ളത് കൊണ്ട് വെള്ളം പോലെ ആക്കിയില്ല. പിന്നെ കുറച്ച് ആൾക്കാരുള്ളൂ, ഞങ്ങൾ ആകെ 4 പേരുള്ളൂ. അതിന് വേണ്ടി അങ്ങനെ ചെയ്തു. അപ്പോൾ ഓക്കെ, ബൈ. ഇതാണ് കേട്ടോ ജ്യൂസ്.